ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു പ്രയാസമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെയേറെ കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഗ്രീൻ പീസ് വളരെയേറെ നല്ലൊരു പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കലവറ തന്നെയാണ് കേട്ടോ ഗ്രീൻ പീസിലുള്ളത്. അതേപോലെ ഗർഭിണികളൊക്കെ ഗ്രീൻ പീസ് കഴിച്ച് തുടങ്ങിയാൽ നമ്മുടെ ഗർഭസ്ഥ ശിശുവിനൊക്കെ നല്ല ആരോഗ്യം വളർച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ ഗ്രീൻ പീസ് കഴിക്കുന്നതോടൊപ്പം. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ ഗ്രീൻ പീസ്. അപ്പോൾ അതാ ഗ്രീൻ പീസ് എങ്ങനെ കഴിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതാ ഞാനിതാ കുറച്ച് ഗ്രീൻ പീസ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം ഇതേ രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഗ്രീൻ പീസ് ഇതാ കുറച്ച് ഇവിടെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഈ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് വെള്ളം ഒഴിവാക്കി കളയാം. അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട ഗ്രീൻ പീസാണിത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് നമുക്ക് ഇതേപോലെ അരിപ്പ വെച്ചതിന് ശേഷം ഇത് ഈ അരിപ്പയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് ഈ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഗ്രീൻ പീസ് എല്ലാം ഞാനൊരു കോട്ടൻ്റെ തുണിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി ഇതേപോലെ ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. ഈ ഗ്രീൻ പീസിനെ നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ ആ ഒരു നനവുണ്ടല്ലോ, ആ ഒരു ഈർപ്പത്തിൽ കിടന്ന് ഈ ഗ്രീൻ പീസ് നാളത്തേക്ക് നമുക്കിത് മുള പൊട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു തുണി ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിത് തലേന്ന് വെച്ചതാണോ, ഇപ്പം ഞാനിതാ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് എടുക്കുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഗ്രീൻ പീസിനെല്ലാം നല്ല രീതിയിൽ തന്നെ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാ ഗ്രീൻ പീസിൻ്റെ ഓരോ മണികൾക്കും ഓരോ തരം മുളകളാണ് കേട്ടോ. അതാ എല്ലാതും മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് കഴിക്കുമ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ നമ്മുടെ സൗന്ദര്യത്തിനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ ഇതേ രീതിയിൽ ഗ്രീൻ പീസ് കഴിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസ് മാത്രമല്ല ചെറുപയറും ഇതേ രീതിയിൽ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചെറുപയറും ഗ്രീൻ പീസെല്ലാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്കിതിൽ നിന്നും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ ഇനി കറി വെക്കുമ്പോഴും അതേപോലെ തോരൻ വെക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഇതേ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഔഷധങ്ങളുണ്ട് കേട്ടോ അതിലൊക്കെ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. വളരെ പ്രയാസമൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഇത് നോക്കണേ. മുളപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഞാൻ പറയേണ്ടതില്ല. മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിനും അതേപോലെ വളർച്ചയ്ക്കും ഔഷധം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിത് അവിടെ ഒരു പഴയ മാസ്ക് എടുത്തിട്ടുണ്ട്, കുറച്ച് കംഫർട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു വള്ളിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കത്രി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കോട്ടനോ അതേപോലെ ഇതേപോലത്തെ പഞ്ഞിയോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ ആദ്യം വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഈ ഒരു പഞ്ഞി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ മാസ്ക്. ഇതേപോലെ മാസ്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ബാത്റൂമിൽ ഏതെങ്കിലും ഒരു ഹാങ്ങറിൽ ഇതേപോലെ ഒന്ന്
കൊളത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പഴയ മാസ്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം മാത്രമല്ല നമ്മുടെ ബെഡ്റൂമും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്മെല്ലുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ബെഡ്റൂമിൽ വെക്കുന്ന സമയത്ത് നമ്മൾ അൽമാരിൻ്റെ സൈഡിൽ ബാക്ക് ഭാഗത്തോ അതേപോലെ ജനലിൻ്റെ കർട്ടൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇതേ രീതിയിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു കംഫർട്ടിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്കവിടെ മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഏതെങ്കിലും നമ്മൾ ഡ്രസ്സൊക്കെ കൊളുത്തുന്ന ഏതെങ്കിലും ഒരു ഹാങ്ങറിലോ അതേപോലെ ജനലിൻ്റെ ഈ ഒരു ഗിൽസുമലോ അതേപോലെ നമ്മൾ ഫ്രഷ് അടിക്കുന്ന ആ ഒരു കുളത്തിലൊക്കെ ഇതേ രീതിയിൽ കൊളുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലുള്ള എന്തൊരു ബാഡ് സ്മെല്ലും പോയിട്ട് നമുക്ക് ഈ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല സ്മെല്ല് അനുഭവപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ പഴയ മാസ്കൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ സ്പൂണും അതേപോലെ കത്തിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് ഇങ്ങനെ ഇതേപോലെ കുത്തി നിറച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്തും നമ്മൾ എടുക്കുമ്പോൾ മുഴുവനായിട്ട് അത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ 2 റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇങ്ങനെ വിലങ്ങനെയും നീളത്തിൽ ഇതേപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 4 കള്ളിയായി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് സ്പൂൺ വേറെ കത്തി വേറെ ഫോർക്ക് വേറെ ഇതേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കുന്ന സമയത്ത് അതൊന്നും തട്ടി വീഴാതെ തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടും കുത്തി നിറച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ അത് കത്തി വീഴും അല്ലെങ്കിൽ ഫോർക്ക് വീഴും, അങ്ങനെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കള്ളി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സ്പൂണ് ഒരു കള്ളിയിൽ അതേപോലെ കത്തി ഒരു കള്ളിയിൽ ഫോർക്ക് ഒരു കള്ളിയിൽ ഇങ്ങനെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തടസ്സങ്ങളില്ലാതെ പ്രയാസമില്ലാതെ നമുക്ക് പെട്ടെന്ന് സ്പൂണും ഫോർക്കും കത്തിയൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജോലി എളുപ്പമാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ ഏറെയൊക്കെ പപ്പടം വാങ്ങിച്ച് വെച്ച് വയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് പപ്പടം പൊരിച്ചിട്ട് ബാക്കി അവിടെ നമ്മൾ മാറ്റി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ പപ്പടത്തിൻ്റെ പാക്കറ്റിലോട്ടേക്ക് കുറച്ച് ഉലുവ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പം പപ്പടം എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടം കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഏറെയൊക്കെ പപ്പടം വാങ്ങി വെക്കുന്നവരാണെങ്കിൽ കുറേ കഴിയുമ്പം ആ ഒരു പപ്പടത്തിന് ഒരു ചുവപ്പ് കളറിൽ കായ് വരുമല്ലോ. പിന്നെ നമ്മൾ പൊള്ളാതെ ചീട പോലൊക്കെ കിടക്കും. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ പപ്പടത്തിൻ്റെ പാക്കറ്റിലേക്ക് ഉലുവട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ പപ്പടം കേടാവാതെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് തീപ്പെട്ടിക്കമ്പ് വെച്ചിട്ടുള്ള ടിപ്പാട്ടത്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഞാനൊരു പാത്രത്തിലോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തീപ്പെട്ടിക്കൊള്ളി ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു കൊള്ളിൻ്റെ ഈ ഒരു അറ്റത്തുള്ള ഈ കൊള്ളിൻ്റെ ഇങ്ങനെ മരുന്നുണ്ടല്ലോ, ഈ മരുന്ന് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് മുഴുവനായിട്ടും ആക്കി കൊടുക്കാം. അപ്പം ഒരു സ്പൂണോ കത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ നഖം കൊണ്ടോ അങ്ങനെ ഒന്ന് ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു മരുന്നെല്ലാം എത്തുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ വെള്ളത്തിൽ ഈ തീപ്പെട്ടിക്കൊള്ളിൻ്റെ ഈ മരുന്നെല്ലാം ആവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ അതേപോലെ സിങ്കിൻ്റെ സീവിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ ഉണ്ടാവുന്ന ജീവികളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ രാത്രി എത്ര കിച്ചൺ തുടച്ചിട്ട് പോകുന്ന സമയത്തും കൗണ്ടർ ടോപ്പിലൊക്കെ ഉറുമ്പും പല്ലിയും പാറ്റയൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ കിച്ചൻ്റെ സീവ് കൂടാണ് പ്രാണികളൊക്കെ ഇങ്ങനെ മുകളിലോട്ടേക്ക് കയറി വരിക. അതേപോലെ പാറ്റയൊക്കെ വന്ന് മുട്ടയിടുന്ന സ്ഥലങ്ങളാണ് ഈ സിങ്കിൻ്റെ സീവിലൊക്കെ പാറ്റ വന്ന് മുട്ടയിട്ട് തുടങ്ങും. അപ്പം നമുക്ക് ഈ ഒരു സ്പ്രേ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവകളൊന്നും നമ്മുടെ കിച്ചണിലേക്ക് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിൻ്റെ ഈ ഒരു മരുന്നിൻ്റെ സ്മെല്ല് കാരണം അവ ഒരിക്കലും അവിടേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല.
അപ്പോൾ നമ്മൾ രാത്രി കിച്ചണൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും അതേപോലെ അതിൻ്റെ അടിവശത്തും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശത്തൊക്കെ പല്ലിയും കൂറയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് കാരണം എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് തിരഞ്ഞു വരുന്നവരാണ് അവർ. അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഈ ഒരു സൊല്യൂഷന് നമ്മൾ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്കൊന്നും പല്ലിയോ പാറ്റയോ കൂറ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ്, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചായപ്പൊടിയൊക്കെ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് ആ ചായപ്പൊടീൻ്റെ സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ഏലക്ക ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഷേക്ക് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു തേയിലേൻ്റെ സ്മെല്ല് നമുക്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഒരു പഴകിയ സ്മെല്ലോ അതേപോലെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പഴകിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ 2 ഏലക്ക ഇതേപോലെ ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു തേയില നല്ല സ്മെല്ലുള്ള ചായ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ പഞ്ചസാരയിലും നമ്മൾ എത്ര ടൈറ്റാക്കി അടച്ച് വെച്ച് കൊടുത്താലും ചെറിയ തരം കറുപ്പ് ഉറുമ്പുകൾ എങ്ങനെയെങ്കിലും ആ ഒരു കണ്ടെയ്നറിലേക്ക് ചാടി കയറി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 2-3 ഗ്രാമ്പു ഇതേപോലെ ഇട്ട് കൊടുക്കും കേട്ടോ. പഞ്ചസാര ബോട്ടിലേക്ക് ഇതേപോലെ ഗ്രാമ്പു ഇട്ടിട്ട് നമ്മൾ അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഉറുമ്പ് കയറാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.